പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിയോൺമെൻറ്റ്. ഈ ടോപ്പിക്കിൽ ഒരുപാട് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. 100 ചോദ്യങ്ങളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട 100 ടോപ്പിക്കുകളാണ്, 100 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കളക്ട് ചെയ്തെടുത്താണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പല ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് ചോദ്യങ്ങളെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ ടാർഗറ്റ് ഇയർ ഫോർ അച്ചീവിങ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ? മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ടാർഗറ്റ് ഇയർ ഏതായിരുന്നു? 2020 വന്ന ചോദ്യമാണ്. ആർക്കാ പറയാൻ കഴിയാം? യെസ്, 2015 കറക്റ്റ് ആൻസർ. അപ്പം നമുക്ക് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ടൊന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും, എങ്കിലും ജസ്റ്റ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോള് ലോഞ്ച് ചെയ്തത് 2000-ലാണ്. UN-ൻ്റെ മില്ലേനിയം സബ്മിറ്റിലാണ് ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ ഡെവലപ്പ് ചെയ്തത്. ഇത് പ്രധാനമായിട്ടും 8 പ്രൈമറി ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഗോളുകളാണ് ഇതിലുള്ളത്. ഇത് മെയിനായിട്ട് ഒരുപാട് മേഖല ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പോവർട്ടി, എഡ്യൂക്കേഷൻ, മാരിറ്റൽ ഹെൽത്ത്, ഇങ്ങനെയുള്ള ഓരോ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ടാർഗറ്റ് ഇയർ ആയിരുന്നത് 2015. ഇതിന് ശേഷം ഈ 2010 ശേഷം 2030 വരെ പുതിയ ഗോള് സെറ്റ് ചെയ്തു UN. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന പേരിലാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണത്. ഇറ്റ് വാസ് launched at the UN Millennium Summit in 2000. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, it consisted of 8 primary international goals, developmental goals. മൂന്നാമത്തേത് പ്രധാനമായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. 2015-ലാണ് ഇതിൻ്റെ ടാർഗറ്റ് ഇയർ. ഡെഡ് ലൈന് 2015-ലാണ്. പിന്നെ അതിന് ശേഷം വന്ന ഒരു UN-ൻ്റെ വേറൊരു ഗോളാണിത്. സക്സീഡഡ് ബൈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ, SDG. ഇത് പ്രധാനപ്പെട്ട മനസ്സിലാക്കുക. കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട 3 പോയിന്റുകളാണിത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ പറയാം. ഇത് ഹൗ മെനി ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ? ഇതിൽ 8 ഗോൾസ്, 18 ടാർഗറ്റ്സ്, 10 ഗോൾസ്, 100 ടാർഗറ്റ്സ്, 17 goals, 169 targets, 15 goals and 115 targets. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആണ്. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അപ്പോൾ നമ്മൾ ബൈ ചാൻസിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളാണെന്ന് എഴുതി നമ്മൾ 8 എന്നൊക്കെ എഴുതി കൂടായില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. 17 ഗോൾസും 169 ടാർഗറ്റ്സുമാണ് കൃത്യമായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ നമുക്ക് നോക്കാം. ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. മുമ്പ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ് ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് പോയിൻറ്റുകളുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം.
അതിൽ പ്രധാനപ്പെട്ട ഒന്നാണത്, നേരത്തെ പറഞ്ഞല്ലോ, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിന് ശേഷം വന്ന ഗോളാണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 17 ഗോൾസ് ഉണ്ട്, അതും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ടാർഗറ്റ് ഇയർ ആണ്. ദ ടാർഗറ്റ് ഫോർ ദിസ് ഗോൾ ഈസ് 2030. 2030 ഇതിൻ്റെ ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത്. ഈ പോയിന്റ് ജസ്റ്റ് നോക്കണം. പിന്നെ മറ്റ് കുറേ പോയിന്റുകളുണ്ട്. എന്താണ്, നേരത്തെ പറഞ്ഞ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിനെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഗോൾ എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൽ വരുന്നത്. ഇനി മറ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ? മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളുകളിൽ ഇല്ലാത്ത പോയിന്റ് ഏതൊക്കെയാണ്? ഒന്ന്, ഇറാഡിക്കേഷൻ ഓഫ് എക്സ്ട്രീം. ഓപ്ഷൻ ഏതാണ്? ഓക്കെ, നോക്കട്ടെ. ഓക്കെ, യെസ്, ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ, ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്, എൻഷുർ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ഈ 3 പോയിന്റുകളും മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിലുള്ളതാണ്. അച്ചീവിങ് യൂണിവേഴ്സൽ ആക്സസ് ടു സേഫ് ഡ്രിങ്കിങ് വാട്ടർ, അതാണ് നമ്മുടെ ഇതിലില്ലാത്ത തെറ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആർ ഫോർമലി നോൺ ആസ് ട്രാൻസ്ഫോമിംഗ് അവർ വേൾഡ് 2030 അജണ്ട, സസ്റ്റൈനബിൾ ലിവിങ് ഫോർ ആൾ 2022 അജണ്ട, ലൈഫ് ഓഫ് ഡിഗ്നിറ്റി ഫോർ ആൾ 2022 അജണ്ട, വൺ പ്ലാനറ്റ് വൺ പീപ്പിൾ 2030 അജണ്ട. ഇതിലേതാണ് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഫോർമലി അറിയപ്പെടുന്നത്? ഏത് ടേമിലാണ് ഇത് അറിയപ്പെടുന്നത്? 2009 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആരാണ് പറയുക അതിൻ്റെ ആൻസർ? ഏതാണ്? കേട്ടില്ല. ട്രാൻസ്ഫോം. യെസ്, ഓപ്ഷൻ എ. യെസ്, ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ട്രാൻസ്ഫോമിങ് അവർ വേൾഡ് 2030 അജണ്ട. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് പോകാം. ക്വസ്റ്റ്യൻസ് ഒക്കെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി നമുക്ക് ഒരു 16ാമത്തെ ചോദ്യം നോക്കാം. ഇതിൽ 100 ചോദ്യങ്ങളുണ്ട്. ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, റെഫർ ചെയ്യണം കേട്ടോ. ദ ഡോമിനൻറ്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ ഡ്യൂ ടു ഓക്സൈഡ് ഓഫ് നൈട്രജൻ ഇൻ അർബൺ ഏരിയാസ്. ദ ഡോമിനൻറ്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ ഡ്യൂ ടു ഓക്സൈഡ് ഓഫ് നൈട്രജൻ NOx ഇൻ അർബൺ ഏരിയാസ്. അർബൺ ഏരിയയിലുള്ള ഡോമിനൻറ്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ, ഈ ഓക്സൈഡ് ഓഫ് നൈട്രജൻ കൊണ്ടുണ്ടാകുന്ന എന്താണ് പൊല്യൂഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് റോഡ് ട്രാൻസ്പോർട്ട്, കൊമേഴ്ഷ്യൽ സെക്ടറിൽ, അതുപോലെ എനർജി യൂസ് ഇൻ ഇൻഡസ്ട്രി, പവർ പ്ലാന്റ്. ഈ 4 ഏതുകൊണ്ടാണ് ഈ പൊല്യൂഷൻ ഉണ്ടാകുന്നത് എന്നാണ് ചോദ്യം. യെസ്, റോഡ് ട്രാൻസ്പോർട്ട് കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഇത് ഹൈ ടെമ്പറേച്ചർ കംപ്രഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇതുണ്ടാവുന്നത് സാധാരണഗതിയിൽ. ഇത് എന്താണ് സാധാരണഗതിയിൽ എന്താണ് ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാരണമാവുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് നഗരങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടാം. റോഡ് ട്രാൻസ്പോർട്ടിൽ ആണ് എന്ത് ചെയ്യുന്നത്, റോഡ് ട്രാൻസ്പോർട്ടിലൂടെ ഉണ്ടാകുന്ന വാഹനത്തിൽ നിന്നുണ്ടാകുന്ന പുകയിലൂടെയാണ് ഈ സാധനം എന്ത് ചെയ്യുന്നത്, ഈ
പൊല്യൂഷൻ പുറത്ത് പോകുന്നത്. അപ്പോൾ അത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് അടുത്തൊരു കുറച്ചും കൂടെ പുറത്തേക്ക് പോകാം. ഒരു 24 നോക്കാം. ഈ വേസ്റ്റ് ജനറലി കണ്ടെയ്ൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈ ടോക്സിക് എലമെൻറ്റ്സ്. ഈ വേസ്റ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റ്. അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ലെഡ് ആൻഡ് മെർക്കുറി. യെസ്, അല്ല അത് ലെഡ് ആൻഡ് മെർക്കുറി ഓപ്ഷൻ വായിച്ചിട്ട് ആൻസർ പറയാട്ടോ. ലെഡ് ആൻഡ് മെർക്കുറി, അയൺ ആൻഡ് കോപ്പർ, അലൂമിനിയം, സിങ്ക്, കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. അതിൽ ലെഡ് ആൻഡ് മെർക്കുറിയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. 2020 വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. കുറച്ച് പോയിന്റുകൾ നോക്കാം. ലെഡ് ആൻഡ് മെർക്കുറിയുമായി ബന്ധപ്പെട്ട്, ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട്. ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇലക്ട്രോണിക് വേസ്റ്റിനെയാണ് നമ്മൾ ഈ വേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മൊബൈൽ ഫോണ്, അതുപോലെ നമ്മുടെ ഹോം അപ്ലയൻസസ്, നമ്മുടെ കമ്പ്യൂട്ടർ, ഇതൊക്കെ ശരിക്കും ഈ വേസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, ഈ ലെഡ് എന്ന് പറഞ്ഞ സാധനം, ലെഡ് ആൻഡ് മെർക്കുറിയാണ് കൂടുതലായിട്ട് ഈ വേസ്റ്റിൽ ഉണ്ടാവുക. ലെഡ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക നമുക്ക് ഇപ്പോൾ പണ്ട് യൂസ് ചെയ്തിരുന്ന പഴയ മോണിറ്റർ, ഇതിലൊക്കെയാണ് കാണുക. അതുപോലെ ഈ മെർക്കുറി കൂടുതലായിട്ട് കാണാം ഇപ്പോൾ നമ്മൾക്ക് പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഫ്ലൂറസെൻ്റ് ബൾബുകൾ, അതുപോലെ ഫ്ലാറ്റ് സ്ക്രീനായിട്ടുള്ള ബാക്ക് ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ കാണപ്പെടുന്നുണ്ട്. ഇത് സാധാരണഗതിയിൽ നമുക്ക് ന്യൂറോളജിക്കൽ ഡാമേജസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ശരീരത്തിന് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്സ്, പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമാണ്. അപ്പോൾ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് discarded കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ പിന്നെന്താ പറഞ്ഞത്, ഫോണ്, അതുപോലെ തന്നെ ഹോം അപ്ലയൻസസ്, ഇതിലൊക്കെ ഇത് വരുന്നുണ്ട്. പിന്നെ ലെഡ് സാധാരണഗതിയിൽ എവിടെയാണ് ഉണ്ടാവുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ലെഡ് ഈസ് ഹെവിലി യൂസ്ഡ് ഇൻ ഓൾഡർ മോണിറ്റേഴ്സ്. അതുപോലെ മോണിറ്റേഴ്സ് മതി. പിന്നെ മെർക്കുറി സാധാരണ കാണപ്പെടുന്നത് ഈസ് ഫൗണ്ടഡ് in fluorescent bulbs and flat screen back. അതുപോലെ ഇത് സാധാരണഗതിയിൽ നമ്മുടെ ന്യൂറോളജിക്കൽ ഡാമേജ്, നമ്മുടെ ശരീരത്തിന് ന്യൂറോളജിക്കൽ ഡാമേജസ് ആണ് സാധാരണ ഇതിൻ്റെ എഫക്റ്റ് കാരണം ഉണ്ടാകുന്നത്. ഇറ്റ് കോസസ് സിവിയർ ഡാമേജ് ടു ദ upon human exposure. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, മണ്ണ് ഇത് ദ്രവിച്ച് മണ്ണായി മാറില്ല. അത് മണ്ണിനെയും വാട്ടറിനെയും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പല തരത്തിലുള്ള രോഗങ്ങൾ ശരീരത്തിന് ഉണ്ടാവുന്നു ലെഡ് മെർക്കുറി കാരണം. വെൻ improperly dismantled
these heavy metals leach into soil and water. ഇത് മണ്ണിലും വാട്ടറിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, ശരീരത്തിനും മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, ഇത് അപകടം ഉണ്ടാക്കും. അതാണ് അതിൽ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 2023 ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. വിച്ച് ഗ്യാസ് ഈസ് ദ മേജർ കോൺട്രിബ്യൂട്ടർ ഓഫ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഏറ്റവും മേജറായിട്ടുള്ള ഗ്യാസ് ഏതാണ്? ഓക്സിജൻ, നൈട്രജൻ, മീഥേൻ, ഹൈഡ്രജൻ. ഇതിലേതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകുന്ന വാതകം? ആരാ പറയാം? ഏതാണ്? കേട്ടില്ല. സി, ഓപ്ഷൻ സി. യെസ്, മീഥേൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മീഥേനാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് നോക്കാം ഇതെന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ജസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഇതൊക്കെ അറിയുന്ന ടോപ്പിക് തന്നെയാണ്, പക്ഷേ ഇതിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ചിലപ്പോൾ വന്നുകൂടായില്ല. അപ്പോൾ അത് നമുക്ക് നോക്കാം. മീഥേന് ഷോർട്ട് ഫോം CH4 എന്നാണ് മീഥേൻ എന്ത് ചെയ്യുക അറിയപ്പെടുക. CH4. ഇതെന്ത് ചെയ്യും, ഈ മീഥേൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഹീറ്റിനെ എന്ത് ചെയ്യും, അത് തടഞ്ഞു വെക്കും. അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന, സൂര്യനിൽ നിന്ന് വരുന്ന ഹീറ്റ് ഭൂമിയിൽ തട്ടിയിട്ട് ലൈറ്റ് എന്ത് ചെയ്യും, സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് ഭൂമിയിൽ തട്ടിയിട്ട് ഹീറ്റാവും. ഈ ഹീറ്റ് പുറന്തള്ളാതെ ഭൂമിയുടെ ഉള്ളിൽ നിലനിർത്തുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണക്കാരനാണ് ആര്? മീഥേൻ എന്ന് പറയുന്നത്. ഈസ് ഹെവിലി അല്ലെങ്കിൽ ഹൈലി എഫിഷ്യൻ്റ് at trapping heat in the atmosphere. അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ട്രാപ്പ് ചെയ്യാൻ, അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കാരണക്കാരനായ പ്രധാനപ്പെട്ട ഒരു വാതകമാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സുകൾ ഏതൊക്കെയാണ്? മേജർ സോഴ്സ് മീഥേൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് ഇൻക്ലൂഡ് അഗ്രികൾച്ചർ, ലൈഫ് സ്റ്റോക്ക് എന്നൊക്കെ വരുന്ന അഗ്രികൾച്ചർ വരുന്നുണ്ട്. അതുപോലെ ലാൻഡ് ഫിൽസ്, അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂൽ എക്സ്ട്രാക്ഷൻ. ഫോസിൽ ഫ്യൂലൊക്കെ ഇത് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ്. ഇതിൽ വേറെ കുറേ പോയിന്റ്, ജസ്റ്റ് പ്രധാനപ്പെട്ട ഈ പോയിന്റുകൾ ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 28ാമത്തെ ചോദ്യം നോക്കാം. Question 28. What is the standard safe limit of sound level for residential areas during the day as per Indian standard? What is the standard safe limit sound level for residential areas during the day as per Indian standard? 45 decibel, 55 decibel, അതുപോലെ തന്നെ 65 decibel, 75 decibel. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ആരാണ് പറയാം? ഓപ്ഷൻ ഡിയോ? ഏതാണ് പറഞ്ഞത്? ഓപ്ഷൻ 55. ഓക്കെ, യെസ്, ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ബി 55 ആണ് കറക്റ്റ് ആൻസർ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം.
ജസ്റ്റ് 1-2 പ്രധാനപ്പെട്ട പോയിന്റുകൾ, കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമുക്ക് ശരിക്ക് ഓരോ ടോപ്പിക്കുകളും നമുക്ക് 1 മണിക്കൂറിലധികം വിശദീകരിക്കാനുള്ള ടോപ്പിക്കുകൾ ഇതിലുണ്ട്. പക്ഷേ നിങ്ങളെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ കവർ ചെയ്യുന്നത്. ഓക്കെ, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നത്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഓവർവ്യൂ നോക്കാതെ ഇൻഡെപ്ത് ആയിട്ട് തന്നെ നോക്കുക. കാരണം ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിയുണ്ട്, നമുക്ക് പഠിച്ച് മനസ്സിലാകുന്ന ഈ മുകളിലുള്ള ചോദ്യങ്ങൾ ആവർത്തനം കുറവായിരിക്കും. ഇതിനേക്കാളും ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇനിയുള്ള എക്സാമിനൊക്കെ വരിക. അപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കൃത്യമായിട്ട് നെറ്റ് ക്ലിയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്ക് സമയം കുറവായതുകൊണ്ടും നിങ്ങളുടെ പ്രത്യേക റിക്വസ്റ്റ് കാരണം മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത്ര കുറഞ്ഞ സമയം വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. സെറ്റ് നോയ്സ് സ്റ്റാൻഡേർഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയുടെ ഈ നോയ്സ് സ്റ്റാൻഡേർഡൊക്കെ തീരുമാനിക്കുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഡേ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഡേ ടൈം പറയുന്നുണ്ടല്ലോ, ഡേ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 6 മണി മുതൽ 10 മണി വരെയാണ്. അതായത് രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ. ഡേ ടൈം 6 AM to 10 PM. Limits for residential areas is 55 decibel. ഓക്കെ, ഇതിൽ തന്നെ വ്യത്യസ്ത. ഇനി നൈറ്റ് ടൈം എത്രയാണെന്ന് ജസ്റ്റ് നോക്കാം. നൈറ്റ് ടൈം വരുന്നത് 10 PM to 6 AM. ഓക്കെ, ലിമിറ്റ്സ് ഈസ് സ്ട്രിക്റ്റർ സെറ്റ് അറ്റ് 45 ഡെസിബൽ. അതായത് ഡേ ടൈമിൽ 55 ഡെസിബലും നൈറ്റ് ടൈമിൽ 45 ഡെസിബിളുമാണ് ഇതിൻ്റെ കണക്ക് വരുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണെങ്കിൽ കുറച്ചും കൂടെ അനുവാദം ഉണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഹാവ് എ ഹയർ ടോളറൻസ് ഓഫ് 75 dB in the daytime. ഇതൊക്കെയാണ് ജസ്റ്റ് ഇതിൽ ഒന്ന് മനസ്സിലാക്കേണ്ട. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് 29ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ബയോമാഗ്നിഫിക്കേഷൻ റെഫേഴ്സ് ടു. എന്താണ് ബയോമാഗ്നിഫിക്കേഷൻ നോക്കാം. increase in size, population size, increase in the concentration of toxic substance, successive trophic level, enlargement of biological habitat, increase in size of organism. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. increase in the concentration of toxic substance at successive trophic level. നിങ്ങൾ ഈ ഓരോ ക്വസ്റ്റ്യനും നോക്കുന്ന സമയത്ത് ഇൻഡെപ്ത് ആയിട്ട് തന്നെ പോകണം. ഈ 4 ഓപ്ഷനും എന്താണ് പറയുന്നതെന്നും ഓരോ ടോപ്പിക്ക് ഇൻഡെപ്ത് ആയിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണുണ്ടോ. ഈ ഒറ്റ ക്വസ്റ്റ്യൻ ഇങ്ങനെ ജസ്റ്റ് ആൻസർ നോക്കിപ്പോയി എന്ന് കരുതിയിട്ട് ഇത് മനസ്സിലായി എന്ന് കരുതരുത്, കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകണം. ഓക്കെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഓക്കെ ഇതിൽ ഇത്രയൊക്കെ തന്നെ മനസ്സിലാക്കാനുള്ളൂ. കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ അത്
ഡീപ്പായിട്ട് നോക്കേണ്ടതാണ്. അടുത്ത ഇതിലേക്ക് നോക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് ഈസ് ബെസ്റ്റ് ഡിസ്പോസ്ഡ് ഓഫ് ത്രൂ. ബയോമെഡിക്കൽ വേസ്റ്റ് ഈസ് ബെസ്റ്റ് ഡിസ്പോസ്ഡ് ഓഫ് ത്രൂ ഓപ്പൺ ഡംപിങ്, കമ്പോസ്റ്റിംഗ്, ഇൻസിനറേഷൻ, ലാൻഡ് ഫില്ലിംഗ്. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ എന്താണ്? ഏതാണ്? ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ടെമ്പറേച്ചറിൽ യെസ് ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് ഇത് മെൽറ്റ് ചെയ്യാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇൻസിനറേഷൻ ആണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്സ് ജസ്റ്റ് നോക്കാം. ഇറ്റ് യൂസസ്, നേരത്തെ പറഞ്ഞ പോലെ, ഹൈ ടെമ്പറേച്ചർ combustion to destroy pathogens. ഓക്കെ, ഇത് മതി. ഓക്കെ, ഇതിൽ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെ വേസ്റ്റുകൾ വരിക എന്നുള്ളത് കൂടെ ജസ്റ്റ് നോക്കണം. ബയോമെഡിക്കൽ waste includes infectious materials like syringes and tissues. സിറിഞ്ചസ്, ടിഷ്യൂസ് ഒക്കെ ഇതാണ് ബയോമെഡിക്കൽ വേസ്റ്റിൽ പ്രധാനപ്പെട്ട വേസ്റ്റുകളാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് കൊണ്ടുപോയി ഓപ്പണായിട്ട് തള്ളാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. നമ്മൾ മണ്ണിട്ടിട്ട് മൂടാനോ ഒന്നും ഇത് കഴിയില്ല. ഇത് നമ്മൾ എന്താണ് ഹൈ ടെമ്പറേച്ചറിൽ ഡിസ്ട്രോയ് ചെയ്യാൻ മാത്രമേ ഇത്തരം വേസ്റ്റുകൾ കഴിയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡർഡ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻറ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് എ സെക്കൻഡറി എയർ പൊല്യൂട്ടൻറ്റ്? സൾഫർ ഡയോക്സൈഡ്, ഓക്സിജൻ, കാർബൺ മോണോക്സൈഡ്, പെർട്ടിക്കുലേറ്റ് മാറ്റർ. ഓസോൺ. യെസ്, കറക്റ്റ് ആൻസർ ഓസോൺ തന്നെയാണ്. ഇതിൽ ഇപ്പോൾ നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആണല്ലോ ചോദിച്ചത്. പ്രൈമറി പൊല്യൂട്ടൻ്റ് ഏതാണ്? കാർബൺ മോണോക്സൈഡ്, അതുപോലെ തന്നെ പിന്നെ സൾഫർ ഡയോക്സൈഡ്, ഇതൊക്കെ പ്രൈമറി പൊല്യൂട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ 2020 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് 2016 മുതൽ 2022 വരെയുള്ള കാലയളവിലുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, കുറേ 2026, 25, 24, 23 ചോദ്യങ്ങൾ ഓൾറെഡി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നതുകൊണ്ടാണ് കുറച്ച് പഴയ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ചും കൂടെ പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ഒരു 4-5 വർഷം പഴക്കമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഡീപ്പല്ലാത്ത ചോദ്യങ്ങളാണ് ഭൂരിഭാഗം ചോദ്യങ്ങളും. പക്ഷെ നമുക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടുന്നതാണ്. ഇപ്പോൾ ചോദ്യം 31. The process of nutrient enrichment of water bodies leading to algal blooms is called. ഏതാണ്? ഏതാണ്?
യെസ്, യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ ആണ്. എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസേഴ്സ് ഒക്കെ എക്സസ് വരുന്നത് ഒക്കെ പോയിട്ട് അവിടെ കൂടുതൽ ന്യൂട്രിയൻ റിച്ച് ആവുകയാണ്. അപ്പൊ അവിടെ കൂടുതൽ ഉണ്ടാവും. അപ്പൊ ഓക്സിജൻ കുറയും. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയാനുള്ളത്? വേറെ എന്തെങ്കിലും ഇൻഫോർമേഷൻ അതിനെക്കുറിച്ച് അറിയോ? ഇത് കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും? യെസ്, അതുപോലെ ബാക്ടീരിയാസ് ഒക്കെ എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും. ആൽഗേസ് എന്ത് ചെയ്യും? നശിച്ചു പോവും. വാട്ടറിൽ ഓക്സിജൻ്റെ അളവ് കുറയും അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ നിന്ന്? യെസ്. ഏതെല്ലാം കെമിക്കൽസിൻ്റെ അളവാണ് കൂടുക? നൈട്രജന്, അതുപോലെ തന്നെ ഫോസ്ഫറസ്, ഇങ്ങനെയുള്ള കെമിക്കൽസിൻ്റെ അളവ് എന്ത് ചെയ്യും? കൂടും. ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യും. ഇത് എന്താണ്? ഇതിൻ്റെ ഒരു അനന്തരഫലമായിട്ട് എന്താ ഉണ്ടാവുക? അതായത് ഇതിലുള്ള ജലത്തിലുള്ള ജീവജാലങ്ങളൊക്കെ നശിച്ചു പോകും. മാത്രമല്ല ഈ വെള്ളത്തിന് അടിയിലേക്ക് എന്ത് ചെയ്യണം? സൂര്യപ്രകാശം എത്താത്ത സാഹചര്യം ഉണ്ടാവും. വെള്ളത്തിലുണ്ടാവുന്ന ചെറിയ പ്ലാന്റുകൾ, ജീവജാലങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യും? നശിച്ചു പോകും. ഇതൊക്കെയാണ് ഇതിൽ പറയാം. ഓക്കെ, ഒരു ഡെഡ് സോൺ എന്ത് ചെയ്യും? വെള്ളത്തിൽ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ഉള്ളിലേക്ക്, ആ ഏരിയയിലേക്ക് ജീവനുള്ള ജീവജാലങ്ങളുടെ അളവ് ആ ഏരിയയിൽ കുറയും. ഇതൊക്കെ ഇതിൻ്റെ എഫക്റ്റാണ്. പിന്നെ അടുത്തത് നമുക്ക് കുറച്ചും കൂടെ ബാക്കിലേക്ക് പോകാം. കുറച്ചും മുന്നോട്ട് പോകാം. ഇമ്പാക്റ്റ് ഓഫ് പൊല്യൂട്ടൻ്റ് ഹെൽത്ത്. കുറച്ചും കൂടി പോട്ടെ. ഓക്കെ, ഒരു 43-ാമത്തെ ചോദ്യം എടുക്കാം നമുക്ക്. അപ്പോൾ വിച്ച് ഇൻഡോർ പൊല്യൂട്ടൻ്റ് ഈസ് റേഡിയോ ആക്റ്റീവ്? വിച്ച് ഇൻഡോർ പൊല്യൂട്ടൻ്റ് ഈസ് എ റേഡിയോ ആക്റ്റീവ് ഗ്യാസ് ദാറ്റ് ക്യാൻ കോസ് ലങ് ക്യാൻസർ? ഈ 4 ഓപ്ഷൻസ് കണ്ടല്ലോ. കാർബൺ മോണോക്സൈഡ്, റാഡോണ്, പിന്നെ എന്താണ് ഫോർമൽഡിഹൈഡ്, അതുപോലെ നൈട്രജൻ ഓക്സൈഡ്. ഈ 4 ഏതാണ് ലങ് ക്യാൻസർ ഉണ്ടാക്കുന്ന റേഡിയോ ആക്റ്റീവ് ഗ്യാസ് എന്ന് ചോദിക്കുന്നു. ഏതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ? കാർബൺ മോണോക്സൈഡ് അല്ല. അല്ല. നൈട്രജനും അല്ല. യെസ്, ഓക്കെ. അപ്പോൾ പിന്നെ ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി നോക്കാം. ഇത് എന്താണ്? ഓക്കെ, ഇത് സാധാരണഗതിയിൽ ഈ യുറേനിയം മണ്ണിലിങ്ങനെ ലയിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യാം ഈ റാഡോൺ ഉണ്ടാവുന്നത്. ജസ്റ്റ് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഇറ്റ് കംസ് ഫ്രം ദ നാച്ചുറൽ decay of uranium in soil and rock. Okay. ഇത് നോക്കാം. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് പോട്ടെ. ഇനി നമുക്കൊരു 46-ാമത്തെ ചോദ്യം നോക്കാം. Among the following energy source, which of the most environment friendly energy source? താഴെ പറയുന്ന എനർജി, ഇത് നിങ്ങൾക്ക് അറിയുന്നതന്നെയാണ്. താഴെ പറയുന്ന എൻവയോൺമെൻറ്റൽ
എനർജി സോഴ്സുകളിൽ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള എനർജി സോഴ്സ് ഏതാണെന്നാണ് ചോദ്യം. 4 കൊടുത്തിട്ടുണ്ട്. കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഹൈഡ്രജൻ. ഇതിലേതാണ് പരിസ്ഥിതിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത എനർജി സോഴ്സ്? ഏതാണ്? യെസ്, കറക്റ്റാണ്, ഹൈഡ്രജനാണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്, പ്രകൃതിക്ക് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി അല്ല. അപ്പോൾ നോക്കാം, ഇതിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക് ഹൈഡ്രജനാണ് ആൻസർ. ഇതിൽ പ്രധാനപ്പെട്ട ജസ്റ്റ് കുറച്ച് പോയിന്റുകൾ നോക്കാം. എന്തുകൊണ്ടാണ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഇത് കത്തിക്കുന്ന സമയത്ത്, ഇത് ബേൺ ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡോ സൾഫർ ഓക്സൈഡോ മറ്റു മാറ്റേഴ്സ് ഒന്നും എന്ത് ചെയ്യില്ല, എമിറ്റ് ചെയ്യില്ല. ഇറ്റ് പ്രൊഡ്യൂസ് 0 കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ സൾഫർ ഓക്സൈഡ്, അതുപോലെ തന്നെ പർട്ടിക്കുലർ മാറ്റർ. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇത് എമിറ്റ് ചെയ്യില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകം. നേരത്തെ പിന്നെ ഓക്കെ, ഇതാണ് ഇതിൽ വരുന്നത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വേറെ കുറേ ടേംസ് വിശദീകരണങ്ങൾ കുറേ പറയാനുണ്ട്. പക്ഷെ അത് പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത 47ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ദ മെജോറിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഇൻ ഇന്ത്യ കംസ് ഫ്രം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിലാണ്? അത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. പറഞ്ഞോളൂ, ഏതാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ആണോ, ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണോ, തെർമൽ പവർ പ്ലാന്റ് ആണോ, സോളാർ പവർ ആണോ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അല്ല, സോളാറും അല്ല, തെർമൽ പവർ പ്ലാന്റ് ആണ്. തെർമൽ പവർ പ്ലാന്റ് സാധാരണ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. തെർമൽ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് നീരാവിയാക്കിയിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത് തെർമൽ പവർ പ്ലാന്റ് ആണ്. കോള് കത്തിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട 1-2 പോയിന്റുകൾ നമുക്ക് പറയാം. ഏകദേശം 50%, ഇന്ത്യയിലെ 50% പവർ പ്ലാന്റുകളും കോൾ ബേസ്ഡ് തെർമൽ പവർ പ്ലാന്റുകളാണ്. ഓവർ 50% ഓഫ് ഇന്ത്യാസ് ടോട്ടൽ ഇൻസ്റ്റാൾഡ് പവർ capacity is coal based. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കണം. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രത്യേകത അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് കാർബൺ എമിഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ തെർമൽ പവർ പ്ലാന്റിൽ നിന്നാണ്. ദിസ് മേക്ക് the power sector a massive contributor to India's carbon എമിഷൻ. കാർബൺ എമിഷന് ഏറ്റവും കൂടുതലുള്ള ഒരു സെക്ടർ കൂടിയാണിത്. പിന്നെ ഇതിൽ നമ്മൾ പറയാനുള്ളത് പിന്നെ നമുക്ക് ജനറലി നമ്മൾ എന്താണ്
നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അത്ര മതി. പിന്നെ വേറെ കുറേ ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം, എങ്ങനെയാണ് തെർമൽ പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് അത് വിശദീകരിക്കുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ അത് നോക്കാം. പിന്നെ ഇനി 48ാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ദ ലീഡിങ് പ്രൊഡ്യൂസർ ഓഫ് വിൻഡ് എനർജി? വിൻഡ് എനർജി ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? 2022 ചോദിച്ച ചോദ്യമാണ്. ഗുജറാത്ത്, രാജസ്ഥാനല്ല, യെസ്, തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ വിൻഡ് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. ഓപ്ഷൻ ബി, തമിഴ്നാടാണ്. ഇത് 2022 വന്നിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ എന്താണ്, ഓക്കെ, ജസ്റ്റ് 1-2 പോയിന്റ് ഒഴിവാക്കാൻ പറ്റാത്ത 1-2 പോയിന്റുകൾ പറയാം. ഇതിൽ വരുന്നത് എന്താ, മുപ്പന്തൽ വിൻഡ് ഫാം. ഈ മുപ്പന്തൽ വിൻഡ് ഫാമാണ് ഏറ്റവും വലിയ ഒരു എന്താണ്, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രം ലോകത്തിൽ തന്നെ. ഇതൊന്ന് ജസ്റ്റ് നോക്കി വെക്കണം. ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓൺ ഷോർ വിൻഡ് ഫാംസ് ഇൻ ദ വേൾഡ്. പിന്നെ മാത്രമല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബാക്കിയുള്ള തമിഴ്നാടിന് പുറമെ തന്നെ നമുക്ക് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഗുജറാത്തിലും വിൻഡ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ തന്നെയാണ്. തമിഴ്നാടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ മഹാരാഷ്ട്രയോ അല്ലെങ്കിൽ രാജസ്ഥാനോ എന്ത് ചെയ്യാം, എഴുതാട്ടോ. പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കുറച്ചും കൂടെ പോകാം. ഓക്കെ, ഒരു 54ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ യൂട്ടിലൈസസ്. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ യൂട്ടിലൈസസ് എന്താ, ടൈഡൽ വേവ്, ഓഷ്യൻ കറണ്ട്, ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സർഫസ് വാട്ടർ ആൻഡ് ഡീപ്പ് ഓഷ്യൻ വാട്ടർ, സാലിനിറ്റി ഗ്രാഡിയൻസ്. ഇതിലേതാണ് ആൻസർ? ഏതാണ്? യെസ്, സി ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ ആണ്. അപ്പോൾ അതിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സർഫസ് വാട്ടർ ആൻഡ് ഡീപ്പ് ഓഷ്യൻ വാട്ടർ, അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരിക. ഇതിൽ നിങ്ങൾ ഇൻഡെപ്തായിട്ട് കുറച്ച് കാര്യങ്ങൾ ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, ഇനി നാച്ചുറൽ ഹസാർഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്, ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. 2019 കുറച്ച് മുമ്പ് വന്നിട്ടുള്ള, ഏകദേശം ഒരു 7-8 വർഷം മുമ്പുള്ളതാണ്. ആൻ എർത്ത് മെഷേഴ്സ് ബിറ്റ്വീൻ 6.0 and 6.9 of the Richter scale is considered a moderate, strong, major, greater. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? മോഡറേറ്റ്, മേജർ അല്ല, മോഡറേറ്റും അല്ല, മോഡറേറ്റും അല്ല. 6 പോയിന്റ് എബോവ് എന്നൊക്കെ പറഞ്ഞാൽ അത് സ്ട്രോങ് ആണ്. സ്ട്രോങ്, ഓക്കെ, സ്ട്രോങ്.
ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ്, ഒരു 2-3 പോയിന്റുകൾ എഴുതാം. ഓക്കെ, അതിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ ഇത് കുറച്ച് പഴയ ക്വസ്റ്റ്യൻ ആണല്ലോ. പുതിയ ക്വസ്റ്റ്യനൊക്കെ പറഞ്ഞാൽ സെൻറ്റൻസ് പലതരത്തിലുള്ള സെൻറ്റൻസുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കുറച്ചും കൂടെ വരാൻ സാധ്യതയുള്ള ഒരു ലൈൻ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. ദ റിക്ടർ സ്കെയിൽ ഈസ് ലോ ലോഗരിത്മിക്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. A 6.0 is 10 times stronger than 5.0. അതായത് റിക്ടർ സ്കെയിലിൽ 5 അടയാളപ്പെടുത്തേണ്ട എത്രയോ 10 ഇരട്ടി സ്ട്രോങ്ങർ ആയിരിക്കും 6 എന്ന് പറഞ്ഞാൽ. അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇതൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു വലിയ സ്ട്രോങ് ഇല്ലാത്ത ബിൽഡിങ്ങുകളൊക്കെ ഈ 6 to 6.9 എന്ത് ചെയ്യും, തകർന്നു പോകും. ഇതിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 7.0 ആൻഡ് ഒരു 7.9 ഒക്കെ വരികയാണെങ്കിൽ അതിനെ മേജറായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. റേഞ്ച് ആർ ക്ലാസിഫൈഡ് ആസ് മേജർ. അതുപോലെ 8 and above 8.0 and above are classified as great and cause total destruction. ഓക്കെ, അത് 8.0 അതിന് എബോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. അത് ഗ്രേറ്റ് ആണ്, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഡിസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബിലോ 5.0 അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഒരു എന്താണ്, ഗ്രേറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരും. ഗ്രേറ്റ് ഗ്രേറ്റ് അല്ല, സോറി ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 8 പോയിന്റ് ആണ്, തൊട്ട് മുകളിൽ പറഞ്ഞു. 5 പോയിന്റ് മോഡറേറ്റ് ആൻഡ് ലൈറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ടേം, ഈ എർത്ത് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് എക്സാമിന് ഇങ്ങനെ സെൻറ്റൻസുകളൊക്കെ ആയിട്ടായിരിക്കും ചേർക്കാം. എർത്തേക്കുമായി ബന്ധപ്പെട്ടിട്ട് 4 സെൻറ്റൻസുകൾ കൊടുക്കും. ഈ 4 സെൻറ്റൻസുകളിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട 6ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് തന്നെ എന്താണ്, 10 ഇരട്ടിയുടെ ഡിഫറൻസ് ആണ്. റിക്ടർ സ്കെയിലിൽ 5 അടയാളപ്പെടുത്തിയതും റിക്ടർ സ്കെയിലിൽ 6 അടയാളപ്പെടുത്തിയതും തമ്മിൽ 10 ഇരട്ടിയുടെ വ്യത്യാസമുണ്ട്. അതിൽ 7, 7.5 ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ 6.9 പറയുന്നത് സ്ട്രോങ് ആണ്. 7, 7.9 ഒക്കെയാണ്, ഇവിടെ 9 ആണല്ലേ, 9 ഒക്കെയാന്ന് പറഞ്ഞാൽ മേജർ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാം, മേജർ എർത്ത് ക്വേക്ക്. 8, 8.9 ആണെങ്കിൽ 8.8നും എബോ ആണെങ്കിൽ ഗ്രേറ്റ് ആയിട്ട് കണക്കാക്കും. 5ന് താഴേക്കാണെങ്കിൽ ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ലൈറ്റ് എർത്ത് ക്വേക്ക് ആയിട്ടാണത് കൺസിഡർ ചെയ്യാം. ഒന്ന് ജസ്റ്റ് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 62, ക്വസ്റ്റ്യൻ 62. ഇത് നിങ്ങൾ പറയണം, ദ ഒക്കറൻസ് ഓഫ് നാച്ചുറൽ ഹസാർഡ് ഈസ് ഹെവിലി
എക്സർബേറ്റഡ് ബൈ ഏതാണ് ലാൻഡ് യൂസ് ചേഞ്ച്, ഡ്രെയിനേജ് ആൻഡ് കൺസ്ട്രക്ഷൻ, ഓസോൺ ഡിപ്ലീഷൻ, ക്ലൈമറ്റ് ചേഞ്ച്. പറയൂ. നാച്ചുറൽ ഏതാണ്? ഓപ്ഷൻ ഡി. ബി സി ഡി. ബി സി സി തെറ്റാണ്. സി ഇല്ല. അപ്പോൾ എയും സിയും ഡിയും ആണ്. എയും ബിയും ഡിയും ആണ്. സി ഉണ്ടാവില്ല, ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാവില്ല, ബാക്കിയുള്ളതെല്ലാം ഉണ്ടാവും. അപ്പോൾ എ സി ഡി അല്ലേ, ഓപ്ഷൻ ഡി. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റുകൾ. സോറി സി ഇല്ല. ഇതാണ് ഓപ്ഷൻ ഏതായിരുന്നു? ബി. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, എ ബി ഡി. ഓപ്ഷൻ ലാൻഡ് യൂസ് ചേഞ്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് ലാൻഡ് യൂസ് ചേഞ്ച്, സ്ട്രിപ്പ് ദ സോയിൽ. അതെന്ത് ചെയ്യും? എന്തിന് കാരണമാവും? ഇൻക്രീസിങ് ലാൻഡ് സ്ലൈഡ് ആൻഡ് ഫ്ലഡ് റിസ്ക്. അതായത് മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, ഓക്കെ, മണ്ണിൻ്റെ ഇതിൽ എന്താ ലാൻഡ് യൂസിലെ ചേഞ്ചൊക്കെ കാരണം എന്ത് ചെയ്യും? ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നോക്കണ പുവർ അർബൻ ഡ്രെയിനേജ്, അത് രണ്ടാമത്തെ പോയിന്റുമായി ബന്ധപ്പെട്ടാണ്. പുവർ അർബൻ ഡ്രെയിനേജ് ആൻഡ് ഹെവി കൺസ്ട്രക്ഷൻ ബ്ലോക്ക് നാച്ചുറൽ വാട്ടർ പാത്വേ കോസിങ് അർബൻ ഫ്ലഡിങ്. അപ്പോൾ അതിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചും ഇതിന് കാരണമാണ്. ഇപ്പോൾ ഓസോൺ ഡിപ്ലീഷൻ, ഓസോൺ ഡിപ്ലീഷൻ അല്ല, ക്ലൈമറ്റ് ചേഞ്ച് ഇൻക്രീസ് ദ ഫ്രീക്വൻസി ആൻഡ് intensity of cyclone and droughട്ടും സൈക്ലോണും അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ടാണ് പോകും. ഓക്കെ, 72ാമത്തെ ചോദ്യം നോക്കാം. ദ സെൻഡായി ഫ്രെയിംവർക്ക് ഈസ് ദ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് ഫോക്കസ് ഓൺ. സെൻഡായി ഫ്രെയിംവർക്ക് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച്, ഓസോൺ ഡിപ്ലീഷൻ, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. യെസ്, ശരിയാണ്. ഇതിൽ ഡിസാസ്റ്റർ റിസ്ക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രെയിംവർക്കാണ് ഇതിൽ വരുന്നത്. ഇതിൽ ജസ്റ്റ് ഒരു 2 പോയിന്റ് പറയാം. ഇത് UN-ൻ്റെ ടൈപ്പ് ചെയ്യാട്ടോ. UN വേൾഡ് കോൺഫറൻസ് ഇൻ സെൻഡായി, ജപ്പാൻ ഇൻ 2015. 2015 എഗ്രിമെൻ്റ് ഇത് അഡോപ്റ്റ് ചെയ്തത്.
അഡോപ്റ്റഡ് എന്ന് എഴുതിയില്ലല്ലേ. ഇറ്റ് വാസ് അഡോപ്റ്റഡ് അറ്റ് 2015 അഡോപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ പോയിന്റ് ജസ്റ്റ് ഇതിൽ കുറേ പോയിന്റുകളുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഈ പോയിന്റാണ് മെയിൻ പോയിന്റ്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകാം. എപ്പി സെൻറ്റർ 75 ക്വസ്റ്റ്യൻ നിങ്ങൾ അതിൻ്റെ ആൻസർ നിങ്ങൾ പറയാം. ദ ടേം എപ്പി സെൻറ്റർ ഈസ് അസോസിയേറ്റഡ് വിത്ത് സൈക്ലോൺ, എർത്ത് ക്വയ്ക്ക്, വോൾക്കാനോസ്, ടൊറൻഡോസ്. ആൻസർ എന്താ? വോൾക്കാനോ അല്ല. ഓപ്ഷൻ യെസ്, എർത്ത് കൊയ്ക്കാണ് കറക്റ്റ് ആൻസർ. എർത്ത് കൊയ്ക്കുമായി റിലേറ്റ് ചെയ്താണെന്ത് ഈ എപ്പി സെൻറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ എപ്പി സെൻറ്റർ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് റെഫർ ചെയ്യാം. ഈ എർത്ത് കൊയ്ക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ഈ എർത്ത് കൊയ്ക്ക് എന്താണ്, അതുമായി ബന്ധപ്പെട്ട കുറേ വേവ്സ് ഉണ്ട്. പി വേവ്, എസ് വേവ്, അതൊക്കെ എന്താണെന്ന് നോക്കണം. അതുപോലെ എപ്പി സെൻറ്റർ എന്താണെന്ന് നോക്കണം. അത് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക, എന്നിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇനി ഒരുപാട് ചോദ്യങ്ങളുണ്ട്. 100 ഏതിൻ്റെ ഏതാണ്? ഓക്കെ, ഏതായാലും ഇന്നത്തെ സെഷൻ്റെ ടൈം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒന്ന് വിശദീകരിച്ച് പറയുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ കൂടുതൽ പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് വിശദീകരണം കുറക്കാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നാളെ മോർണിംഗ് നെക്സ്റ്റ് സെഷനിൽ കാണാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെഷന് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സമയം 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നാളെ മോർണിംഗ് 5:30 അടുത്ത സെഷൻ. താങ്ക് യു.